ആത്മഹത്യക്ക് കാരണക്കാരിയായ യുവതി വിദേശത്തേക്ക് കടന്നു എന്ന് സൂചന നേരിടേണ്ടി വരും. അപ്പോൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എന്തായാലും ഇങ്ങനെ ആവശ്യമില്ലാത്ത ദീപക് സംബന്ധമായിട്ടുള്ള കാര്യമാണ് സംസാരിക്കാൻ പോകുന്നത്. ദീപക്, ഈ ഷിംജിത ഇപ്പം ദുബായി പോയെന്നാണ് അറിയാൻ. ഞാൻ എൻ്റെ രാവിലത്തെ വീഡിയോയിൽ അതിനെക്കുറിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തതാണ്. ദുബായി പോയെന്നുള്ള രീതിയിൽ. അപ്പോൾ കുറേ ആൾക്കാരൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചു സത്യമാണോ എന്നുള്ള രീതിയില്ല. ഇപ്പോൾ ഉള്ള കാര്യമാണെന്നുള്ള രീതി ഞാൻ കറക്റ്റ് അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഇത്രയും വലിയൊരു സംഭവം നടന്നിട്ട് പോലും ഒരു പെണ്ണിനെ പോലും പിടിക്കാൻ ഇവിടുത്തെ പോലീസുകാർക്ക് പറ്റിയില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടം തോന്നിയത്. ഈ രാത്രി സമയങ്ങളിലൊക്കെ ചെന്ന് ഓരോ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യാൻ കാണിക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ, എന്തുകൊണ്ട് ഇത് കാണിക്കുന്നില്ല? ഇല്ല, ശബരിമല വിഷയം വന്നുകൊണ്ടാണ് ഈ പറഞ്ഞ രാഹുലിനെ പൊക്കിയെടുത്തുകൊണ്ട് പോവുകയൊക്കെ ചെയ്തത്. ഞാൻ ജസ്റ്റ് അതൊന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഒരു പെണ്ണിനെ പിടിക്കാൻ പോലും ഇവിടുത്തെ കേരള പോലീസിന് പറ്റിയില്ലെന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അദ്ദേഹം മരിച്ചു കഴിഞ്ഞിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ടാന്ന് തോന്നുന്നു ആ പെണ്ണിന്റെ മൊഴി കാര്യങ്ങൾ അത് ഇതൊക്കെ എടുക്കാൻ പോവുകയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്തത്. എന്നിട്ട് പോലും അവർ നൈസായിട്ട് നാട് വിട്ട്, നൈസായിട്ട് അവർ മുങ്ങി. ഇപ്പോൾ ഓരോ ചാനലൊക്കെ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് പുച്ഛം തോന്നുന്നു. അതിനിടയ്ക്ക് വേറൊരു കിഴങ്ങൻ ഒരു BJP നേതാവ് വന്നിട്ട് ഇലക്ഷനെ കണ്ട് നിന്നാണ് അയാൾ വന്നിട്ട് അയാൾ വന്ന് പറഞ്ഞൊരു തോന്നിയാസം കേൾക്കണം, ഇതുപോലെ കാണിക്കുന്നവന്മാരെ പീഡിപ്പിച്ച് വിടണോ എന്നുള്ള രീതിയിലാണ്. എടാ, ഇത് അങ്ങനെയാണെങ്കിൽ നീയും അവളും തമ്മിൽ എന്താണ് വ്യത്യാസം? കുറെ ആൾക്കാർ അങ്ങനെ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. ഓക്കെ, ഇന്നത്തെ റിപ്പോർട്ടർ ചാനലിൽ വന്നൊരു കാര്യം ഞാൻ വെച്ചാലേ, ആരും സ്കിപ്പ് ചെയ്യരുത്, മൊത്തം കാണാൻ. എന്നിട്ട് നിങ്ങൾ കമന്റ് ചെയ്യണം, ജസ്റ്റിസ് ഫോർ ദീപക് എന്നും കൂടെ കമന്റ് ചെയ്യുക. പിന്നെ പരമാവധി ഈ വീഡിയോ ഷെയർ ചെയ്യാൻ നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൊടുക്കുക. എന്നിട്ട് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഏറ്റവും നിർണായകമായൊരു വിവരം, ഷിംജിതയെ കാണാനില്ല, അവരിപ്പോൾ ഒളിവിലാണ് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സമൂഹ മാധ്യമത്തിലെ ലൈംഗികാരോപണത്തിന് പിന്നാലെ കോഴിക്കോട് സ്വദേശിയായ ദീപക് ജീവനൊടുക്കിയതിൽ വീഡിയോ ചിത്രീകരിച്ച ഈ യുവതിയെ, ഷിംജിതയെ ഉടൻ പിടികൂടണമെന്ന് ദീപകിന്റെ കുടുംബം ഇന്ന് റിപ്പോർട്ടറിനോട് പറഞ്ഞു. ദീപകിന്റെ കുടുംബം ഇപ്പൊ റിപ്പോർട്ടറിനോട് പറഞ്ഞു എന്ന് പറയുന്നു. കേരള പോലീസ് എന്തെടുക്കുകയാണ്? റിപ്പോർട്ടറൊക്കെ ഇത് പറയുമ്പോൾ വലിയ സംഭവമായിട്ട് ഇവന്മാരുടെ ഈ സംസാരമൊക്കെ കേൾക്കുമ്പോൾ വലിയ ഇതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പുച്ഛമേ ഉള്ളൂ കേട്ടോ. സത്യം എനിക്ക് നിങ്ങളോടൊക്കെ പുച്ഛം മാത്രമേ ഉള്ളൂ. ആവശ്യമില്ലാത്ത ന്യൂസുകളും കാര്യങ്ങളൊക്കെ അടിച്ചെടുക്കാനും പരത്തി വിടാനും ഇവരെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇത് എന്തുകൊണ്ട് വലിയ രീതി പറയുന്നില്ല? ഈ പെണ്ണിന്റെ ഫോട്ടോ എന്തുകൊണ്ട് വെക്കുന്നില്ല? സ്ത്രീ ആയതുകൊണ്ടാണോ? ഇല്ല, നമ്മുടെ വീട്ടിലുണ്ട് അമ്മമാരൊക്കെ, അവരും സ്ത്രീയാണ്. അതുകൊണ്ടൊന്ന് ആലോചിച്ചാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. എല്ലാവരും പറയുന്ന ഒരു കാര്യം സ്ത്രീയാണ്. ഈ മരിച്ചുപോയ ആൾക്കാരുടെ പല കേസുകളും ഉണ്ട്. അവർക്കുണ്ടല്ലോ അമ്മയും പെങ്ങന്മാരും ഒക്കെ, അവർ സ്ത്രീകളല്ലേ, അവർക്ക് സമൂഹത്തിൽ ഇറങ്ങി നടക്കണ്ടേ? അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ആരെങ്കിലും ചർച്ച ചെയ്യുന്നുണ്ടോ? ചിന്തിക്കുന്നുണ്ടോ? ഇല്ല. ഒരാണ് തെറ്റ് ചെയ്താൽ അവന്റെ മുഖം മൊത്തം, റോഡ് മൊത്തം, അല്ലെങ്കിൽ നാട് മൊത്തം ഇങ്ങനെ അടിച്ചു വെക്കും. അപ്പോഴും ആലോചിക്കണം, അവന്റെ വീട്ടിലൊരു അമ്മ, ഒരു പെങ്ങള് ഉണ്ടെന്ന് നിങ്ങൾ ആലോചിക്കണം. ഇതൊന്നും നിങ്ങൾ ആലോചിക്കത്തില്ല. ഇവിടെ ആരാ? യുവതിയെ പിടികൂടിയാലേ നീതി കിട്ടുകയുള്ളൂവെന്ന് ദീപകിന്റെ അച്ഛൻ ചോയി പ്രതികരിച്ചു. ഒന്ന് കേട്ടുവരാം. നല്ല ശിക്ഷ വാങ്ങി കൊടുക്കണം. അതിനായാലും കുറച്ച് ബ്ലാക്കണം, അതിനെ ശിക്ഷിക്കണം. അങ്ങനെ എൻ്റെ മോനെ ഇതാക്കി കഴിഞ്ഞാൽ എൻ്റെ മകൻ്റെ ഞങ്ങളെ ജീവിതം വയ്യാതാക്കി. അവളെ കണ്ടെത്താൻ ഉള്ള എല്ലാ ഉപകരണങ്ങളും വേണം. എന്നിട്ട് വേണ്ട നടപടികൾ എടുത്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. അല്ലാതെ അവൾക്ക് ഒരു ഇതായിട്ട് അവൾക്ക് അവിടുന്ന് കഴിച്ചിടാനുള്ള സ്ഥിതി ഉണ്ടാക്കരുത്. യോഗഞ്ഞുണ്ടാവരുത്. ഒരമ്മക്ക് ഇങ്ങനത്തെ യോഗ ആർക്കും സഹിക്കാൻ പറ്റൂല. ഏത് മക്കൾക്കും അമ്മക്കും അച്ഛനും ഇങ്ങനത്തെ ഒരു യോഗം ഉണ്ടാവരുത്. അതാർക്കും സഹിക്കാൻ പറ്റൂല. ഞാനൊരാൾ അനുഭവിച്ച് ഈ ലോകത്തിൽ ഒരാളും ഇത് അനുഭവിക്കാൻ പാടില്ല. അത് മാത്രമുള്ളൂ എനിക്ക്. ഒരു ലോകത്തിൽ ഒരാൾക്കും ഇനി വീതി കൊടുക്കരുത് ഭഗവാൻ. അത് ആദ്യം ഉണ്ടാകാൻ പാടില്ല. ഒരമ്മക്കും അച്ഛനും മക്കൾക്കും ഇങ്ങനത്തെ ഒരു ഇത്. എൻ്റെ മോൻ വളരെ പാവായി പോയി. അതാണ് ഇതൊക്കെ ചെയ്തതിൻ്റെ കുട്ടി. ശനിയാഴ്ച അദ്ദേഹത്തിന്റെ പിറന്നാളായിരുന്നു. അദ്ദേഹത്തിന്റെ പിറന്നാളായിരുന്നു. അന്നാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. പിറ്റേ ദിവസം അദ്ദേഹം ജീവൻ കളഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അദ്ദേഹത്തിന്റെ അവസ്ഥ. ആ അമ്മ അതൊക്കെ പറഞ്ഞിട്ടാണ് ഈ അമ്മ കാര്യമൊക്കെ ചെയ്യുന്നത്. പിന്നെ അദ്ദേഹം ജോലി ചെയ്യുന്ന കമ്പനിയുടെ ഓണർ വന്ന് അദ്ദേഹം വരെ പൊട്ടിക്കരഞ്ഞ് സംസാരിക്കുന്നത് ഒരു പാവം പിടിച്ച ഒരുത്തനാണെന്നും പറഞ്ഞുള്ള രീതിയിൽ. ഇതൊക്കെ കാണുമ്പോഴൊന്ന് ആലോചിച്ചേ. ഞാനിപ്പോൾ എന്താ പറയുക, പോസ്റ്റ് ഇട്ട മറ്റേ മോളുണ്ടല്ലോ, നീ ഇതൊക്കെ കാണുന്നുണ്ട്. ഇപ്പൊ നീ ഒന്ന് ആലോചിക്കുന്നുണ്ട്, ഒരു സെക്കൻഡ് അവൻ നീ കാണിച്ച തോന്നിവാസത്തിന്റെ ഫലമാണ് നീ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വന്തം വീടോ നാടോ നാട്ടുകാരോ ആക്രിച്ച് തുപ്പുന്നതിന്റെ അവസ്ഥ. നിന്റെ ഉപ്പയും പാപ്പയാണെങ്കിൽ പോലും ഒരു നിമിഷം എൻ്റെ മോള് കാരണമാണ് ആ പാവം പിടിച്ചവൻ മരിച്ചെന്ന് പറയുമ്പോൾ തന്നെ നീ മുടിഞ്ഞു പോകുന്നതിന് തുല്യമാണ്. ഞാൻ അങ്ങനെ കൂടുതൽ ആരെയും ഒന്നും ഇങ്ങനെ പറയത്തില്ല, പക്ഷെ ഞാനത് പറഞ്ഞു പോകും. എന്നെയൊക്കെ ആണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട വ്യക്തികളാണെങ്കിൽ, അത് എന്നോട് എന്ത് തെറി വിളിച്ചാലും എന്ത് ചോദിച്ചാലും ഞാൻ കേട്ട്, എനിക്ക് ഇഷ്ടപ്പെട്ട വ്യക്തികളാണെങ്കിൽ ഞാൻ കേട്ടോണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. തിരിച്ചൊന്നും പറയത്തില്ല. തിരിച്ച് പിന്നെ ഞാൻ താന്ന് സംസാരിക്കാനേ നോക്കത്തുള്ളൂ. പക്ഷേ നിന്നെ എൻ്റെ കൈകളിൽ കിട്ടുവാണെങ്കിൽ എന്താ പറയാ, ഒറ്റ അടിക്ക് കൊല്ലും.
പ്രധാനപ്പെട്ട കാര്യം, പോലീസ് കേസെടുത്തത് അറിഞ്ഞതോടെ യുവതിയായ ഷിംജിത ഇപ്പോൾ ഒളിവിൽ പോയി എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. സിനോജ് തോമസ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സിനോജ് തോമസ്, ഷിംജിതയെ ബന്ധപ്പെടാൻ നമ്മൾ ശ്രമിച്ചു ഫോണിൽ, പക്ഷേ കിട്ടിയില്ല. പല നമ്പറുകളിൽ പലരും ശ്രമിച്ചു, എന്നിട്ടും ഷിംജിതയെക്കുറിച്ചൊരു വിവരവുമില്ല. പോലീസിൽ അന്വേഷിക്കുമ്പോഴും ഷിംജിത പ്രതികരിക്കുന്നില്ല എന്നുള്ള വിവരമാണോ ലഭിക്കുന്നത്? ഇവർ വടകരയിലെയോ അരീക്കോട്ടിലെയോ 2 വീടുകളിലും ഇല്ല എന്നുള്ളത് പോലീസ് ക്ഷണിച്ചെന്ന് വിളിക്ക് കുറെ ട്രൈ ചെയ്ത് കേട്ടോ. കാരണം എക്സ്ക്ലൂസീവ് കണ്ടന്റ് കിട്ടണ്ടല്ലേ, അതുകൊണ്ടായിരിക്കും ഷിംജിതയെ വിളിച്ചോണ്ടിരുന്നത്. എടാ, ഈ ഒരു സമയം മതിയായിരുന്നല്ലോ ഈ ഇവിടെ പൊക്കിയെടുത്തോണ്ട് കൊണ്ട് പോവാനാ. ഈ കേസും പോവും. ഈ കേസ് ഇങ്ങനെ മാഞ്ഞു പോവുകയൊക്കെ ചെയ്യും. നിങ്ങൾ കണ്ടോ? എടാ, എന്തെങ്കിലും കേരള പോലീസുകാരെ നിങ്ങൾക്ക് എന്തെങ്കിലും കൈയടിക്കാൻ വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഒന്നും ചെയ്യുന്നില്ല. ദുരന്തം മാത്രം. പിന്നെ രാഹുൽ ഈശ്വർ ഇത് സംബന്ധമായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഞാൻ ആ ഒരു വീഡിയോ കൂടെ ഒന്ന് വെക്കാം. പിന്നെ അത് മാത്രമല്ല, ഒരു നേതാവ് എന്ന് പറയുന്ന ഒരു നാറിയുടെ തോന്നിവാസ സംസാരവും. അതായത് നമുക്ക് രാഹുൽ ഈശ്വർ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് കേൾക്കണം. മെൻസ് അസോസിയേഷൻ ഒക്കെ വേണം. സത്യം പറഞ്ഞാൽ ഇത് കാണുന്ന ഓരോ വ്യക്തിയോടും പറയുന്നൊരു കാര്യമാണ്. ചേട്ടന്മാരെ, ഇത് കാണുന്ന ചേട്ടന്മാരോടാണ് ഞാൻ പറയുന്നത്. ഒരു പെണ്ണ് വന്നിട്ട് നിങ്ങളിങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ ഒരുപാട് ആൾക്കാർ കാണും. പക്ഷെ നിങ്ങൾ നിരപരാധികളായിരിക്കും. അതിന് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വേണം സത്യം പറഞ്ഞാൽ. ഓക്കെ, നമുക്ക് ബാക്കി വെക്കാം. ദീപകിന്റെ ആത്മഹത്യക്ക് കാരണക്കാരിയായ യുവതി വിദേശത്തേക്ക് കടന്നു എന്ന് സൂചന പ്രമുഖ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തയാണ്. ദുബായിലേക്ക് കടന്നതായിട്ടാണ് പറയപ്പെടുന്നത്. നമ്മുടെ ദുബായിലെ മലയാളികൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ അവിടെ എത്തിയെങ്കിൽ അറിയിക്കണം. നമ്മുടെ പോലീസും നിയമ സംവിധാനവും അവരെ തിരിച്ചു കൊണ്ടുവരാനും അറസ്റ്റ് ചെയ്യാനുമുള്ള നടപടികളിലേക്ക് കടക്കണമെന്ന് പറയും. ദുബായിലെ കുറച്ച് സുഹൃത്തുക്കളോട് സംസാരിച്ചു. പ്രത്യേകിച്ച് ദുബായിലെ സ്ത്രീകളടക്കം എന്നെ വിളിച്ചു. അവിടെ വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നവർ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. ഇവർ വിദേശത്തേക്ക് കടന്നെങ്കിൽ, കടന്നോ ഇല്ലയോ എന്ന് അറിയില്ല, കടന്നെങ്കിൽ അവരെ തീർച്ചയായിട്ടും അറസ്റ്റ് ചെയ്യണം. എനിക്ക് ഇന്നലെ വളരെ സന്തോഷം തോന്നിയ 2 കാര്യങ്ങളും കൂടെ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. ഒരു കാറിൽ ഇരുന്നാണ് വീഡിയോ ചെയ്യുന്നത്. ഞാൻ നാളെ തിരിച്ച് കേരളത്തിലേക്ക് എത്തി ദീപകിന്റെ അച്ഛനെയും അമ്മയും കാണുകയും നമ്മുടെ എല്ലാം ഒരു സംഭാവനയും പിന്തുണയും അവർക്ക് കൊടുക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ ആ പിന്തുണ എല്ലാ രീതിയിലുമുള്ള ധാർമ്മികവും സാമ്പത്തികവും സാമൂഹികവുമായിട്ടുള്ള പിന്തുണ ആ കുടുംബത്തിന് വേണം. ഈ വിഷയത്തെ വർഗീയവൽക്കരിക്കരുത്, രാഷ്ട്രീയവൽക്കരിക്കരുത് എന്നുള്ളത് കൊണ്ടാണ് അത് പറയുന്നത്. അപ്പോൾ ദീപകിന്റെ ഫാമിലിക്ക് വേണ്ടി 1 ലക്ഷം രൂപയോളമാണ് ഇദ്ദേഹം കൊടുക്കാനിരിക്കുന്നതെന്ന് അറിഞ്ഞത്. ഇവരുടെ മെൻസ് അസോസിയേഷനും അതൊക്കെ. അപ്പൊ എനിക്ക് ആ അമ്മയുടെ ഡീറ്റെയിലും കാര്യങ്ങളും ബാങ്ക് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ മൊത്തം കിട്ടുകയൊക്കെ ചെയ്തയാ. പിന്നെ നിങ്ങളോടൊക്കെ ചോദിച്ചിട്ട് ചെയ്യാമെന്ന് കരുതി. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ വല്ല താല്പര്യം ഉണ്ടെങ്കിൽ അതും കൂടെ കമന്റ് ബോക്സിൽ കൊടുക്കാം. ഉണ്ട് എന്നുള്ള രീതി കൊടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അതെങ്ങനെയാന്ന് വെച്ചാൽ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഡാനി ഞങ്ങൾക്ക് ഇന്നലെ കൊടുക്കാൻ താല്പര്യമുണ്ട്, അങ്ങനെ ആണെങ്കിൽ അവരുടെ കറക്റ്റ് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഞാൻ വെച്ചുതരാം. അത് നിങ്ങളോട് ചോദിച്ചിട്ടേ ഞാൻ ചെയ്തോട്ടു, അല്ലെങ്കിൽ ഞാൻ ഈ കാര്യങ്ങൾ ചെയ്യത്തില്ല. അത് ചിലവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓരോരുത്തരും ഓരോ രീതികളാണ്. അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് വേണ്ടി മാത്രം നമ്മുടെ വേണമെങ്കിൽ ചാനലിൽ നമ്മളത് ചെയ്യാം. നാളെ രാവിലെ തന്നെ അവിടെ എത്താനാണ് ആഗ്രഹിക്കുന്നത്. ഇന്നലെ 2 മാധ്യമങ്ങളിലെ നിലപാടുകൾ എനിക്ക് വളരെ സന്തോഷം നൽകി. ഒന്ന് നമ്മുടെ ഹാഷ്മിയുടെ നിലപാടാണ്. ഒരുപക്ഷെ നമ്മുടെ മുഖ്യധാരാ ചാനലുകളിൽ ആദ്യമായിട്ടായിരിക്കും പുരുഷൻ അനുകൂലമായിട്ട് ഒരു ചർച്ച എടുക്കുന്നത്. അതോടൊപ്പം മറുനാടൻ മലയാളിയിലെ ശ്രീ ഷാജൻ എന്റെ പുരുഷപക്ഷ നിലപാടുകളെ അതിശക്തമായി വിമർശിക്കുന്ന ഒരു വ്യക്തിയാണ്. ശ്രീ ഷാജൻ സാറിന്റെ ഇന്നലത്തെ ഒരു ഇതുണ്ടായിരുന്നു. രാഹുൽ ഈശ്വർ ഈ വിഷയത്തിൽ ശരിയാണ് എന്ന് പറയുന്ന രാഹുൽ ഈശ്വർ ആണ് ശരി ദീപകിന്റെ വിഷയത്തിൽ നിന്ന് സൂചിപ്പിക്കുന്നത്. ഇത് വളരെ പോസിറ്റീവാണ്. അതായത് മറുനാടൻ മലയാളി പോലെ ഏറ്റവും പ്രമുഖമായ ഡിജിറ്റൽ മീഡിയയും 24 പോലെ ഏറ്റവും പ്രമുഖമായ മുഖ്യധാരാ മാധ്യമങ്ങളും എല്ലാം ഈ വിഷയം ചർച്ചയ്ക്കെടുക്കുന്നത് വളരെ പോസിറ്റീവും മറ്റുമാണ്. ഹാഷ്മിയുടെ സ്ഥിരം പഞ്ചിലുള്ള ആ ഹൈലൈറ്റും കൂടെ നമുക്ക് കേൾക്കാം. ഞാൻ അത് വെക്കുന്നില്ല, എല്ലാവരും കണ്ടു കാണും. കേരളം മൊത്തം അത് കണ്ട് ഞെട്ടിയ ഒരു സംഭവമാണ് ഹാഷ്മിയുടെ. ചില കാര്യങ്ങളൊന്നും എനിക്ക് അദ്ദേഹത്തിന്റെ സംസാരത്തിലോട്ട് വലിയ യോജിപ്പും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും, പക്ഷേ ഇന്നലത്തെ അദ്ദേഹത്തിന്റെ പ്രസംഗം കൈയടിക്കേണ്ടവർ തന്നെ ആയിരുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരു അമ്മയുണ്ടെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പ്രസംഗിക്കാൻ തുടങ്ങിയത്. പിന്നീട് എന്താണെന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ പോയി സെർച്ച് ചെയ്ത് തന്നെ പോയി കാണുന്നതായിരിക്കും നല്ലത്. ഞാൻ ഇവിടെ വെച്ച് അത് നീട്ടി നമ്മുടെ സമയം കളയുന്നില്ല. നമ്മുടെ സമയം നീതിയാണ് വേണ്ടത്. സത്യം വെച്ചാൽ അതിനുവേണ്ടി ചർച്ച ചെയ്യേണ്ടതാണെങ്കിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക തന്നെ വേണമല്ലോ. ഓക്കെ, ഇനി അത് മാത്രമല്ല, ആ നേതാവ് എന്ന് പറയുന്ന നാറി എൻ്റെ പൊന്നോ. ഓക്കെ, സ്ത്രീകൾക്ക് എന്താ പുരുഷന്മാർക്ക് വേണ്ടി സംസാരിക്കണം എന്ന് വെച്ചൊരു സ്ത്രീയുടെ മാനം കളഞ്ഞിട്ടല്ലടാ മക്കളെ ഉണ്ടാക്കേണ്ടത്. ബസ്സിൽ വീഡിയോ ചിത്രീകരിച്ചതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്ത ദീപകിന്റെ മരണത്തിൽ ബലാത്സംഗത്തിനുള്ള ആഹ്വാനവുമായി BJP പ്രവർത്തകൻ. വീഡിയോ ചിത്രീകരിക്കുന്ന സ്ത്രീകളെ ബലാത്സംഗം ചെയ്യണമെന്ന് തൊടുപുഴ സ്വദേശി അജയ് ഉണ്ണിയാണ് ആഹ്വാനം ചെയ്തത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയായിരുന്നു അജയ് ഉണ്ണി. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടിയാണ് ഇയാൾ. ഇത്തരം ദുരനുഭവങ്ങൾ ഇനിയും ആണുങ്ങൾക്ക് പലതും നേരിടേണ്ടി വരും. അപ്പോൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എന്തായാലും ഇങ്ങനെ ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ അനാവശ്യമായി ഇങ്ങനെ ഒരു നാണം കെടുത്താൻ ഒരു ശ്രമം നടന്നു കഴിഞ്ഞാൽ
മരിക്കണമെന്ന് തോന്നി നമ്മൾ ഉറപ്പിച്ച് പിന്നെ നാണം കെട്ടു മരിക്കണമെന്ന് തോന്നിയാൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എന്റെ അഭിപ്രായത്തിൽ ഇങ്ങനെ ഈ അപരാധം പറഞ്ഞുണ്ടാക്കുന്നവരെ നേരെ ചെന്നിട്ട് ഒന്ന് ബലാത്സംഗം ചെയ്തിട്ട് ഒന്ന് പോയി മരിക്കുക. അപ്പോൾ നമ്മൾ ചെയ്ത കുറ്റം ചെയ്തു എന്നുള്ള ആ മനസ്സിന്റെ ആ പശ്ചാത്താപത്തോടെ മാന്യമായിട്ട് മരിക്കാം. അല്ലാണ്ട് ഇതൊരു കുറ്റവും ചെയ്യാണ്ട് നമ്മൾ ഒരു ഭീരുവിനെ പോലെ മരിക്കേണ്ട ഒരു കാര്യവുമില്ല. ശരി, ആഷിക്ക് കൂടുതൽ വിവരങ്ങളുമായി. ആഷിക്ക്, ഓക്കെ, ഇതാണ് ഈ സമൂഹത്തിൽ ഇവൻ കൊടുത്ത മെസ്സേജ് എന്താന്ന് വെച്ചാൽ, എടാ തന്തയുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല, കാരണം തന്തയില്ല എന്ന ഈ സംസാരത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യങ്ങൾ തന്നെ. നിന്നെ ഓർത്ത് ഇപ്പോൾ ദുഃഖിക്കുന്ന നിന്റെ അമ്മയായിരിക്കും, കാരണം 10 മാസം ഇവന് വേണ്ടിയാണല്ലോ ഞാൻ ചുമന്ന് പറ്റിയെന്ന് ഓർക്കുമ്പോൾ ആ അമ്മയ്ക്കായിരിക്കും കൂടുതൽ വേറെയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. എടാ നായെ പോയി ചാകും, അത്ര ഞാൻ പറയുന്നുള്ളൂ. നിന്നെപ്പോലുള്ള ഇപ്പം ഒരു വിഷയം ഉണ്ടെങ്കിൽ, ഇപ്പം ഇവനൊരു ഇൻഫ്ലുവൻസർ ആണെങ്കിലും നമ്മളെല്ലാവരും ചർച്ച ചെയ്യുന്നത് ഇവൻ ഒരു പാർട്ടിക്കാരൻ എന്നുള്ള രീതിയിലാണ്, കാരണം ഇവൻ നേരത്തെ പ്രവർത്തിച്ചിട്ടുണ്ട്, അതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പാർട്ടി ഇപ്പം BJPക്ക് ഏറ്റവും കൂടുതൽ മോശമായിട്ടുള്ള ഒരു പേരും കൂടി ഇവനെ പോലെ ഉള്ള ഒരുത്തന്നെ, കാരണം എല്ലാവരും അങ്ങനെ പറയത്തുള്ളൂ, ഇന്ന പ്രവർത്തനാണ് അന്ന പ്രവർത്തനാണെന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ ആ പാർട്ടിക്കാർക്കും കൂടെ നാണക്കേട് ഉണ്ടാക്കി വെക്കുകയാണ്. സത്യം പറഞ്ഞാൽ മീഡിയക്കാർ അങ്ങനെ സംസാരിക്കത്തുള്ളൂ. ഞാൻ പാർട്ടിയെ കുറ്റം ഞാൻ പറയത്തൊന്നുമില്ല. ഇതുപോലുള്ള ക്രിമികൾ ഉണ്ടെങ്കിൽ അവരെ മാറ്റി നിർത്തുക, ഒരിക്കലും അടുപ്പിക്കരുത്. അവൻ എവിടെ നിന്നെന്നോ അവിടുന്ന് അവൻ്റെ കൂടെ കോടിക്കണക്കിന് ആൾക്കാരുണ്ടെന്ന് പറഞ്ഞാലും അങ്ങനെയുള്ളവരെ നമുക്ക് വേണ്ട, തള്ളിക്കളഞ്ഞേക്കുക. അങ്ങനെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ മറക്കണ്ട, ജസ്റ്റിസ് ഫോർ ദീപക് എന്ന് കൊടുക്കുകയും ചെയ്യുക. പിന്നെ അക്കൗണ്ടിൻ്റെ കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാനിവിടെ സൈഡിൽ വെച്ച് തന്നേക്കാം. ഓക്കെ, അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സപ്പോർട്ട് ചെയ്യാം. ബൈ, ലവ് യു ഗൈസ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും കമന്റ് ബോക്സിൽ കൊടുക്കുക.